ആ അമ്മ എങ്ങനെയുണ്ട്? കുറവുണ്ടാ? അതെ. ഒരു മാറ്റമില്ല എന്നിട്ട്? ഒന്നും കഴിച്ചിട്ടുമില്ല എത്ര നേരമായിട്ടും? അതെ. അവളിനെ വിളിച്ചപ്പോൾ അവളെന്താ പറഞ്ഞേ? വരുന്നുണ്ടോ അവള്? ആ ഞാൻ നോക്കട്ടെ അമ്മ വരാൻ പറ്റുമോന്ന്. ഞാൻ ഇപ്പം മിഞ്ഞാന്ന് അവിടുന്ന് വന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ വിട്ടാക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ചോദിച്ചു നോക്കട്ടെ. വരാൻ നോക്കാം ഞാൻ. ഇനിയിപ്പോൾ വരാണ്ടിരുന്നാലും ഇടങ്ങാറല്ലേ. പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ കാര്യം നടക്കില്ലല്ലോ. ആ ശരി എന്നാ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാട്ടോളി. ആ ഉമ്മ ഞാനൊന്ന് എൻ്റെ വീട് വരെ ഒന്ന് പോട്ടെ. വീട്ടിലേക്കാ? നീ ഇപ്പോൾ ഒരാഴ്ച അവിടെ പോയിരുന്നിട്ട് മിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. നീ എന്തിനാ ഇപ്പോൾ പോണ്? ഉമ്മാക്ക് പനി നല്ല അധികം അത്രേ. തീരെ എണിക്കാൻ വയ്യ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ അടുത്ത് അങ്ങോട്ട് വരുമോ ചോദിച്ചു. അപ്പൊ നിന്റെ അനിയത്തിയില്ലേ, അവൾ പോയി നിൽക്കില്ലേ? അവൾക്ക് ചെറിയ കുട്ടിയുള്ളതല്ലേ, അതിനെയും വെച്ചിട്ട് ഉമ്മാനെ നോക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. നീ ഇപ്പൊ ഇത്രയും ദിവസം അവിടെ തന്നെ ആയിരുന്നില്ലേ സേജി? നീ അങ്ങോട്ട് തന്നെ പോവുക പറഞ്ഞ എന്താ അപ്പൊ അത്? എനിക്ക് എൻ്റെ ഈ ശരീരം കൊണ്ട് തീരെ വയ്യേ. എന്നെ നോക്കാൻ തന്നെ രണ്ടാള് വേണം. ആ എന്നെ ഇവിടെ ഇട്ടിട്ട് നീ അങ്ങോട്ട് പോയാ എങ്ങനെയാണ്? നീ ഒരു കാര്യം ചെയ്യേ, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. ഉമ്മ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വാ. ആ ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്തൊരു പോക്കാത്. എന്നാ പിന്നെ ഇവൾക്ക് അവിടെ തന്നെ ഇരുന്നാ പോരെ. വേണമെങ്കിൽ ഇവിടെ കൊണ്ടു നോക്കട്ടെ. മേലൊക്കെ നല്ല വേദന ഉണ്ടാവൂല്ലേ? ഇപ്പത്തെ പനിക്കൊക്കെ അങ്ങനെയാണ്. വേദന വരുത്തും ആദ്യം അങ്ങോട്ട് വരും. എന്നാ ചേച്ചിയെ ഉമ്മാക്ക് ലേശം കഞ്ഞി കൊടുക്കും ഉപ്പിട്ടിട്ട്. ഇപ്പൊ ഒന്നും വേണ്ട. അവിടെ അയൽപ്പക്കത്തെ പെണ്ണേ രാവിലെ കുറച്ച് കഞ്ഞി കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അതൊക്കെ കുടിച്ച് ഗുളികയും മരുന്നൊക്കെ കഴിച്ചു ഞാൻ. ആ എന്നാ നിങ്ങൾ കുറച്ചു നേരം കടന്നോളി. എന്താ ഇപ്പോഴത്തെ പനിൻ്റെ ഒക്കെ മേലുവേദന സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഈ ശരീരം കൊണ്ട് തീരെ വയ്യാന്ന്. ആകെ വേദനയും വരുത്തു തന്നെ. ഇവളിപ്പോൾ ഒരാഴ്ച അവിടെ ഇല്ലായിരുന്നോ? അപ്പോൾ ഇവിടെയുള്ള പണികളൊക്കെ ചെയ്തിട്ടേ എന്താ പഴയ പോലെയൊന്നും ചെയ്യാൻ സഹായിക്കണില്ലാന്ന്. എന്തേലും കഴിച്ചാ നിങ്ങള്? ഇല്ല, കഴിച്ചിട്ടൊന്നുമില്ല. കഴിക്കണം. എന്നാ കഴിക്കായിരുന്നില്ലേ? സമയം ഇപ്പൊ ഒരുപാടായില്ലേ? അതൊന്നും കുഴപ്പമില്ലാന്ന്. ഞാൻ കഴിക്കാം. നിങ്ങളിന്ന് കടന്നോളി ഇന്നാ. ഇതെന്താ സെജിയേ? ആ അത് കുറച്ച് പാലമ്മ. ആർക്ക്? ഉമ്മാക്കേ ക്ഷീണം പറ്റുന്നതിന് കുടിക്കാനേ. ഏ എന്നാ കൊണ്ടേ കൊടുക്ക്. ഇതെന്താ വെള്ളുമ്മ പെറ്റി കിടക്കുക അവിടെ പാലും മുട്ടയൊക്കെ കൊടുക്കാന്. എനിക്ക് ഇത്രയും കാലം വയ്യാണ്ടായിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി പച്ചവെള്ളം കിട്ടിയിട്ടില്ല. ഞാൻ വന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാന്നല്ലാണ്ട്. എന്താ ചെയ്യണ് എൻ്റെ മകൻ്റെ ദുരിതം. ഇവളെ കിട്ടിയതിന് ശേഷം ഇവളെ മാത്രം നോക്കിയാൽ പോരല്ലോ, അവളുടെ ഉമ്മാനെ നോക്കണ്ടേ. വല്ലാത്തൊരവസ്ഥ തന്നെ. എന്നാലും ഈ എണ്ണി ചുട്ടാപ്പം പോലെ കിട്ടുന്ന പൈസയും കൊണ്ട് എന്തൊക്കെ ചെയ്യും അവന്? ആരിനൊക്കെ നോക്കും? ആ എന്തെങ്കിലൊക്കെ ആവട്ടെ. പടച്ചോനെ, ആ മുളകും തെയ്യൊക്കെ അങ്ങനെ വാടി എങ്ങനെ വന്നതായിരുന്നു, കായ്ക്കാനായതായിരുന്നു. എങ്ങനെയായിന്? അവൾക്ക് ഇതൊക്കെ നോക്കാൻ നേരമുണ്ടോ? അവൾക്ക് അവളുടെ ഉമ്മാനെ നോക്കാൻ തന്നെ സമയം തികയണില്ല. ഇതെന്താ അത് ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയണ്? ഏ ആ ഒന്നുമില്ലടി, ഞാൻ ഈ മുളകും തെയ്യേ അങ്ങനെ വാടിയിരിക്കണു. അപ്പൊ അത് പറയായിരുന്നു. അത് ഈ വെയിലിന്റെ ചൂടുകൊണ്ടായിരിക്കുന്നു. അമ്മാതിരി വെയിലല്ലേ ഇപ്പോ. ഞാൻ ഈ വെയ്യാത്തോണ്ടേ പുറത്തേക്ക് തന്നെ ഇറങ്ങലില്ല. പിന്നെ ഇപ്പൊ ഉള്ളത് ചേച്ചിയാണ്. അവൾക്ക് അതിന് അവളുടെ ഉമ്മാനെ നോക്കാൻ തന്നെ സമയം തികയണില്ല. ഏ അവളുടെ ഉമ്മ വന്നിട്ടുണ്ടാ? ആ ഉണ്ടേ. അതിന് പനിയായപ്പോൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാണ്. അതിനിപ്പോൾ വേറെ ആരും ഇല്ലല്ലോ നോക്കാന്. ഒരു മാപ്പിള ഉള്ളത് മരിച്ചും പോയി. പിന്നെ പാമക്കളും ഇല്ലല്ലോ. എന്നാ പിന്നെ മരുമക്കളെങ്കിലും നോക്കുമെന്ന് പറയാ. ഇതിപ്പോൾ അതും ഇല്ല. അപ്പം ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാണേ. ഇതിനാണെങ്കിലോ ഒന്നരാടം വയ്യായികയാണേനും മാറിയോടല്ല. എന്ത് വയ്യായിക പറഞ്ഞാലും കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേന്നും. ഈ കെട്ടിച്ചു വിട്ട മക്കളുടെ അവിടെയൊക്കെ വന്ന് നിൽക്കുക പറഞ്ഞ എന്താപ്പത്? അതിനിപ്പം അങ്ങനത്തെ നാണോ മാനൊന്നും ഇല്ലടി. എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കുവോ? എന്തപ്പ കാട്ടണ്?
ആമക്കളില്ലാത്തോടത്തുനിന്ന് പെണ്ണെടുത്ത് പറഞ്ഞ തന്നെ അവസ്ഥ. പിന്നെ അവന്റെ തന്തനെയും തള്ളനെയും കൂടി നമ്മുടെ മക്കൾ നോക്കേണ്ടി വരും. അല്ലാന്നും അപ്പൊ ഇവൾക്കൊരു അനിയത്തിയില്ലേ? അത് ഇതിനെ നോക്കലെടുക്കലൊന്നും ഇല്ല അപ്പോ? ആ, ഇടയ്ക്കൊക്കെ അതും കൊണ്ടേ നോക്കലൊക്കെ ഉണ്ട്. വെള്ളംകാട്ടിലും കൂടുതൽ അതന്നെ കൊണ്ടേ നോക്കലൊക്കെ. പിന്നെ ഇപ്പോ പറഞ്ഞ അവൾക്ക് ചെറിയ കുട്ടിയുള്ളതും അല്ലേ. ഇവൾക്കല്ലേ അപ്പോ കൈക്കെട്ടും കൽക്കെട്ടും ഒന്നും ഇല്ലാത്തത്. എന്താ ഇപ്പൊ കാട്ടണെന്ന് നമ്മുടെ മക്കളുടെ വീതി. ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. പാലൊക്കെ കുടിക്കാൻ കൊടുക്കണു. ക്ഷീണാണത്രേ. ഇന്നേ വരെ ഒരു ഗ്ലാസ് വെള്ളം അമ്മ അവട്ടെ അവൾ എനിക്ക് എടുത്തു തന്നിട്ടില്ല. എന്താ കാട്ടണെന്ന് എൻ്റെ മകന്റെ വീതി. അതിനാകെ കിട്ടുന്നത് നക്കാപ്പിച്ചയാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യും അത്. ഇനിയിപ്പോൾ ഈ മാസം എനിക്ക് മരുന്ന് വാങ്ങാനൊക്കെ പൈസ ഉണ്ടാവുകയാണാവോ അതിൻ്റെ കയ്യിൽ. അവൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ചോദിച്ചു. അവളിപ്പോൾ വന്നത് തന്നെ 2 ദിവസം മുമ്പാണ്. അപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് പോയി പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കാണെങ്കിലും എഴുതി നിൽക്കാനും കൂടി ഉസരില്ല. പെൺകുട്ടികളൊക്കെ ആണെങ്കിലോ കെട്ടിച്ചു കൊടുത്തോ. അതുകൾക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇപ്പം എന്നെ നോക്കാൻ വരാൻ നേരമുണ്ടോ? അത് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു? നിൻ്റെ ഉമ്മാനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വാന്ന്. അതാ അപ്പോൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സുകൊണ്ട് പൂതി ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇപ്പം നാട്ടുകാർ പറയില്ലേ 2 മക്കളുണ്ടായിട്ട് തിരിഞ്ഞു നോക്കണില്ലാന്ന്. അത് പേടിച്ചിട്ടെ. അല്ലെങ്കിലും തന്നെ ഇപ്പോഴൊക്കെ സാധനങ്ങൾക്ക് എന്താ വില. വീട്ടുകാർക്ക് തന്നെ കഴിഞ്ഞുകൂടാൻ പാടാണ്. അതിൻ്റെ ഇടയിൽ കൂടി വിരുന്നുകാരും കൂടി ആയി പറഞ്ഞ ആണിനാണും പെണ്ണിനും പെണ്ണെന്നെ വേണമെന്നോ. അല്ലെങ്കിലൊക്കെ ഇടങ്ങറ് തന്നെയാണ്. അതാ ചേച്ചി അവിടെ നിന്ന് നോക്കണ്ടോളെ. ഞാൻ ഞങ്ങൾ പോട്ടെ. ഉമ്മ എന്താ ഇവിടെ നിൽക്കണ്? നീ ഈ മുളകും തെയ്യൊന്ന് നോക്കി നോക്ക്. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് അങ്ങനെ വാടിപ്പോയില്ലേ. ആ, വാടിയില്ലേ. എനിക്കതിൻ്റെ കാര്യം തീരെ ഓർമ്മയില്ല. അല്ലെങ്കിൽ നിനക്ക് ഇതൊക്കെ നോക്കാൻ എവിടെയും നേരം. എന്തമ്മ? ഒന്നുമില്ല. നീ ഉമ്മക്ക് ചായ കൊടുത്താ? ആ, കൊടുത്തു. ആ, അതിനൊന്നൊരു മുറക്കം വരുത്തണ്ട. സെജിയേ, എന്തമ്മ? എന്താ അത്? ഇവിടെയൊന്നും തുടച്ചില്ലേ നീ ഇന്ന്? ഓ, തുടച്ചതാണല്ലോ. എന്നിട്ടാണ് അങ്ങഞ്ഞ ഇവിടെ പൊടി ചെയ്താ. ആ ചായ കുടിച്ച ഗ്ലാസും കൂടി കൊണ്ടുപോയി വെച്ചിട്ടില്ല. ചെയ്യണ പണി നേരാവണ്ണം ചെയ്യേ. കടം കഴിച്ച് വെക്കാൻ നിൽക്കാതെ. അതിനെ എങ്ങനെയാണ്? അതിനൊക്കെ നേരം വേണ്ടേ അല്ലേ? ചായ വെച്ച നീ? നീ അത് വെച്ചിട്ട് വേണോ? ഇല്ല, വെച്ചിട്ടുണ്ട്. എന്നാ അതിങ്ങോട്ട് എടുത്തിട്ട് വായോ. എനിക്ക് ഈ വയ്യാത്ത കാലം വെച്ചിട്ട് അടുക്കള വരെ പോയിട്ടൊന്നും എടുത്തിട്ട് വരാൻ വയ്യ. ഇന്നലെ കണ്ണിൻ്റെ പോള അടച്ചിട്ടില്ല ഞാൻ. കാല് വേദനിച്ചിട്ടേ. അതോ പൊളയായിരുന്നു. എങ്ങനെ നേരം വിളിപ്പിച്ചെന്ന് പഠിച്ചോനിക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ. അത് വല്ലതും ഇവിടെ ഉള്ളവർക്ക് അറിയണം. അല്ലാ, വയ്യ. പെൺകുട്ടികൾ തന്നെ വേണം അവനൊരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ. അല്ലാണ്ട് ആ മക്കളെ പെണ്ണ് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഉമ്മാൻ്റെ കുട്ടി ഗതി കെട്ടൂലേ ഞാൻ കാരണം. എനിക്കിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നിനക്കിതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. എൻ്റെ ഇപ്പോൾ കുറേയൊക്കെ ഭേദമുണ്ടല്ലോ. ഞാൻ വീട്ടിൽ തന്നെ പോയാലെന്നാ? അതൊന്നും സാരില്ലമ്മ, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആരാ എൻ്റെ പേരയിൽ എത്ര വർഷം നിൽക്കുക? ഞാൻ ഇവിടെ നിൽക്കുക കാരണം എൻ്റെ അടുത്തുള്ളതും കൂടി നിൻ്റെ അടുത്ത് തീർക്കും. ഞാൻ പോവുകയാണ്. എനിക്ക് വയ്ക്കും പോലെയൊക്കെ എന്തെങ്കിലും കാട്ടിയിട്ട് ചെയ്യുക. നിങ്ങൾ നല്ലോ മാറിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളില്ലെങ്കിലും പറയും ഇങ്ങനെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയെ. ഞാൻ പോട്ടെ. നീ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ബേജാറാവണ്ട. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിയുമോ അവിടെ. ആരമ്മ നിങ്ങളെ അവിടെ നോക്കാനുള്ളത്? നിങ്ങൾ അവിടെ പോയി ആകെ ഇടങ്ങറാവില്ലേ? സെജിയേ, കഴിഞ്ഞില്ല നിന്റെ പണികൾ? ആദ്യമൊക്കെ 10-11 മണിയാകുമ്പോഴേക്കും എല്ലാ പണി ഒരുങ്ങണതാണല്ലോ. ഇപ്പം എന്താ ഇപ്പം അത്? ആ, നിനക്കിപ്പോൾ വീട്ടുപണി മാത്രമല്ലല്ലോ അല്ലേ? അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമല്ലമ്മ, പണികളൊക്കെ ആക്കം പോലെ ചെയ്താൽ മതിയല്ലോ പറഞ്ഞിട്ടാ. ഓ, ആ, പിന്നെ നാളെ ഒന്ന് മരുന്നിന് പോകണം എനിക്ക്. എൻ്റെ ഈ കാലുകൊണ്ട് വയ്യ പറഞ്ഞില്ലേ നേരത്തെ. ഞാൻ അത് വെച്ചോണ്ടിരുന്നാൽ പറ്റില്ല. നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ടേ ബസ്സിന് പോയിട്ട് വരാം. നീ അവൻ്റെ അടുത്തൊന്ന് വിളിച്ചിട്ട് പൈസ ശരിയാക്കാൻ പറ. 2500 എങ്ങനെയാവും? നീ അവൻ്റെ അടുത്തൊന്ന് വിളിച്ച് കാര്യം പറയേ. ഇന്ന് അമ്മക്ക് ഇക്കാൻ്റെ കൂടെ പോയാൽ പോരെ? ഞാൻ വന്ന് ഉമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അവനെയും കൊണ്ട് എങ്ങനെയാ പോകുക? അവൻ്റെ നാളത്തെ പണി മുടങ്ങില്ലേ? അതൊന്നും വേണ്ട. നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ബസ്സിന് പോയിട്ട് വരാം.
നേരത്തെ എണിച്ചിട്ടേ ആവണ പണിയൊക്കെ ഒന്ന് ഒരുക്കി വെക്കേ. എന്നിട്ട് 10 മണിന്റെ ബസ്സിന് പോവുക. എന്നിട്ട് ബാക്കി പണിയൊക്കെ വന്നിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഉമ്മാനെന്താ കാട്ടുക? ഉമ്മാനെന്താ കാട്ടുക ചോദിച്ചാല് ഉമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ആശുപത്രിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലാലോ. ഉമ്മ ഇന്ന് ഇക്കാൻ്റെ കൂടെ പോവുകയും ഉച്ചവരെ ലീവാക്കണം എന്നല്ലേ ഉള്ളൂ. ഏ വേണ്ട, അവൻ പണിക്ക് പോയിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ചെലവ് കൂടുതലാണ്. അതിന്റെ ഇടയിൽ കൂടെ അവൻ ലീവാക്കും കൂടി ചെയ്താലേ പറ്റില്ല. ഉമ്മാനെ നോക്കാനേ നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ അനിയത്തിനെ വിളിച്ചിട്ടേ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകാൻ പറ. ഇവിടെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ, നീ 2 ദിവസം അവളും കൊണ്ടുപോയി നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കട്ടെ, അവളെയും കൊണ്ട് ഇപ്പൊ പറ്റുന്നൊന്നും തോന്നുന്നില്ല. പറ്റിയാലും പറ്റിയില്ലെങ്കിലും എനിക്കിപ്പോൾ ആശുപത്രിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. നീ അവനെ വിളിച്ചിട്ടേ ആദ്യം പൈസ ശരിയാക്കാൻ പറയും. എന്താ ഇപ്പൊ 2 ദിവസം കാര്യമല്ലേ പറഞ്ഞിട്ടാണ് കൂട്ടിട്ട് വന്നോ പറഞ്ഞു. വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പം തളയ്ക്ക് പോകേണ്ട കൂടുതലല്ല. എപ്പം നോക്കിയാലും വേദന വരുത്തു തന്നെ. ഏത് മരുമകനെ ഇപ്പം ഇങ്ങനെ കിട്ടുക? എൻ്റെ മകനിങ്ങനെ ഒഴിഞ്ഞ കിട്ടിയത് കൊണ്ട് തർക്കടില്ല. തള്ളയ്ക്കും അവൾക്ക് തന്നെ ഇപ്പോൾ എളുപ്പം. അവൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഞാൻ. എന്താ അപ്പം അത് പറയാണ്ടിരുന്ന കാര്യം ശരിയാവില്ലേ? മനസ്സിലാവുന്ന ഇപ്പം അങ്ങോട്ട് മനസ്സിലാവും. അവളുടെ അനിയത്തി കൊണ്ടുപോയി നോക്കട്ടെ, അവൾക്ക് പാവാലോ. അവര് അവിടേക്ക് പോണ കാര്യം പറഞ്ഞായിരുന്നു. അവർക്ക് മാസം മാസം ഡോക്ടറിനെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങണം. അപ്പം അതിന് പോകേണ്ട കാര്യം പറഞ്ഞതാ. ആ, നീയും പോണല്ലേ കൂടെ? എപ്പോഴും അവൻ്റെ കൂടെ പോക്ക്. വെയ്യാത്ത കാലും വെച്ചിട്ട് ബസ്സിൽ കയറി ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് എന്തറിയോ, നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം. അതാണ് മുപ്പത്തേൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇപ്പം നാളെ എന്നെ കൂട്ടിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലേ. എല്ലാ മാസം അവൻ്റെ കൂടെ ഓട്ടോയിലെ പോക്ക് പതിവ്. വെയ്യാത്ത കാലും വെച്ചിട്ട് ബസ്സിൽ കയറി ഇറങ്ങാൻ വയ്യാ പറഞ്ഞിട്ട്. അങ്ങനത്തെ ആൾ നാളെ എങ്ങനെ ബസ്സിൽ കയറി ഇറങ്ങുക? അപ്പം എന്ത് കാലിന് പ്രശ്നമല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി പോകേണ്ട സമയത്ത് ഇക്കാക്ക് നല്ല പണി തിരക്കായിരുന്നു. നിൽക്കാൻ ഒഴിവുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. എന്നിട്ടും കൂടി ഈ തള്ള എന്നെ കൂട്ടിയിട്ട് പോയില്ല. ഇക്കാൻ്റെ കൂടെ തന്നെ പോയത്. അങ്ങനത്തെ ആൾ എന്തിനും നാളെ എന്നെ കൂട്ടിയിട്ട് പോകാൻ നിൽക്കുന്നത്? അപ്പം ഈ തള്ള കരുത്തി കൂട്ടി ചെയ്യരുതൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയുന്നതേ, ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന്. അതെന്താ എൻ്റെ കുട്ടി മനസ്സിലാകാത്തത്? വന്ന പോലെ ഇല്ലല്ലോ ഇപ്പം ഞാൻ. അത്യാവശ്യം എണിച്ച് നടക്കാനൊക്കെ പറ്റുന്നില്ലേ? ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിയുക. വേണ്ട, അങ്ങനെ പാടില്ലല്ലോ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ പറയാൻ കാരണം തന്നെ എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. ഞാൻ ഒരാഴ്ച അവിടെ വന്ന് നിന്നാലേ ഇതിവിടെ പണിയെടുത്ത് ചടയ്ക്കുമല്ലോ, അതുകൊണ്ടാണ്. അതാണ് നിങ്ങളുടെ ഇങ്ങോട്ട് വരാൻ പറയാൻ കാരണം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ 2 ദിവസം ഇരുന്നിട്ട് പോകുമല്ലോ, പനിയൊക്കെ മാറിയാലേ. അത് വിചാരിച്ചിട്ടായിരിക്കുമേ. ഇത്ര ദിവസം നിങ്ങൾ ഇവിടെ നിൽക്കുന്നൊന്നും 30 വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അവനവൻ്റെ വാപ്പാനും ഇമ്മാനെയൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലേ പിന്നെ ആമക്കൾ വേണം. അതാവുമ്പോൾ മരുമക്കൾ നോക്കുമല്ലോ, ഇത്ര ഇടങ്ങേറാക്കിയാലോ. നീ എന്നെ അതന്നെ ആലോചിച്ചിട്ട് ഇടങ്ങേറാകണ്ട. എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ, ഞാനിനി അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിയുക. നീ അതിനെ നല്ല പോലെയൊക്കെ നോക്ക്, വെറുപ്പിക്കാണ്ട്. എന്നാലും അങ്ങനെ പാടില്ലാലോ. ഇവർക്കൊരു ആൺകുട്ടിയില്ല പറഞ്ഞ ഇവരെന്താ അത്ര കാട്ടുക? നീ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ട. ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ നല്ല വശവും ഉണ്ടാവും, കെട്ട വശവും ഉണ്ടാവും. നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ തോന്നുള്ളൂ. എൻ്റെ കുട്ടി നല്ല രീതിയിൽ ചിന്തിക്കാൻ നോക്ക്. നീ ഇനിയും കുറേ കാലം ഇവിടെ കഴിയേണ്ടതല്ലേ. അപ്പം അവനെ വെറുതെ മോഷ്ടിപ്പിക്കാൻ നിൽക്കണ്ട. നീ നാളെ അവൻ്റെ കൂടെ ഒന്ന് പോയിട്ട് വാ. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടാം. ഇന്ന് എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കണ്ട. ഞാൻ ഫസീലാനെ ഒന്ന് വിളിക്കട്ടെ, അവളുടെ അടുത്ത് വന്നിട്ട് കൂട്ടിട്ട് പോകാൻ പറയാം. ആ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ആ, അതാരാപ്പത് വന്നിക്കണ്? കുട്ടിനെ കൊണ്ടുവന്നില്ലേ? ഇല്ല, കുട്ടിനെ അവിടെ ഉമ്മാൻ്റെ അടുത്താക്കി. ഏ, വെള്ളം എന്തെങ്കിലും കൊടുക്കായിരുന്നില്ലേ ചേച്ചിയെ? എന്ത് ഉമ്മാൻ്റെ വർത്താനം, സുഖല്ലേ? ആ, അങ്ങനെയൊക്കെ പോണു. കാലുകൊണ്ട് വയ്യാണ്ടേ ആശുപത്രിക്ക് പോണം പാട്ട് നിൽക്കുകയാണ്. ആ, താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ. എന്താ ചെയ്യുക പറഞ്ഞിരിക്കുകയായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാനേ. പോകാണ്ടിരിക്കാനും പറ്റില്ല, എന്നാൽ നിൻ്റെ ഉമ്മാനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും പറ്റില്ല. എന്താ ചെയ്യുക പറഞ്ഞിട്ട് ഒരു എത്തും പിടിയില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. ചെക്കനക്ക് വരാൻ ഒഴിവില്ലാണ്ടേ, അല്ലെങ്കിൽ അവനും കൂട്ടിയിട്ട് പോകായിരുന്നു. ഇതിപ്പോൾ അവനക്ക് നിന്ന് തിരിയാൻ ഒഴിവില്ല കടയിൽ. അത് കുഴപ്പമില്ല, ഉമ്മാനെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ പോകേണ്ടടത്തേക്കൊക്കെ പോയിട്ട് വന്നോളി. ഇനി നമ്മുടെ ഉമ്മ കാരണം നിങ്ങൾക്ക് അതിനൊരു മുടക്കും വരണ്ട.
ഇവിടെ ഇപ്പം നിൽക്കണേം കൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല. എത്ര വേണമെങ്കിലും നിന്നോട്ടെ. എന്താ അപ്പോ വെക്കണേൽ 4 അരി കൂട്ടിയിടണം. അത്രയല്ലേ ഉള്ളൂ. അതൊന്നും അത്ര ചെലവല്ലേ. പിന്നെ ഇപ്പം എന്താ പറഞ്ഞ ഇപ്പം ഈ ഒരു അക്കടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കായിരുന്നു. ഉമ്മാന്റെ നല്ലോ മാറിയിട്ട് തന്നെ വിട്ടാക്കുള്ളൂ എന്ന് തന്നെ വിചാരിച്ചത്. അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവളുടെ അടുത്ത് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞതും. അപ്പോഴേക്കും അല്ലേ ഇപ്പോൾ എൻ്റെ കാലിങ്ങനെ ഒരു പ്രശ്നമായത്. സാധാരണ ഇങ്ങനെ വേദന വരാത്തതാണേ, ഗുളിക കഴിക്കും കൊണ്ടേ. എന്താന്നറിയില്ല. ഇവളിപ്പോൾ ഒരാഴ്ച അവിടെ വന്ന് നിന്നില്ലേ. അതിന് ശേഷം വേദന വരാൻ തുടങ്ങിയത്. ഈ വീട്ടുപണികളൊക്കെ ചെയ്തിട്ടേ. കുറച്ച് നുണ പറഞ്ഞാലും എന്താപ്പോ, തള്ളന്റെ ശല്യം ഒഴിവായി കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നാളത്തെ പോക്ക് എങ്ങനെ ഒഴിവാക്കുക? ആ, അതുപോലെ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് ഒഴിവാക്കാം. ഉമ്മ എന്താ ആലോചിക്കണ്? ഒന്നുമില്ല. ഉമ്മ ഒരാഴ്ച ഇവിടെ ഇരുന്നതല്ലേ, അതുകൊണ്ടാ തോന്നണു. പോകാ പറഞ്ഞപ്പോ മനസ്സിക്ക് ഒരു ഇടങ്ങറ്. ഉമ്മ പോകില്ലെന്നാ? ഞാനിപ്പോ അങ്ങോട്ട് വരണ ഫസീല. എന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് ആക്കിയാൽ മതിയേ. ഇവിടെ സെജിൻ്റെ അടുത്ത് ഞാൻ അതന്നെ പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ലമ്മ. നിങ്ങൾ അവിടെ വന്ന് നിൽക്കാത്തതൊന്നല്ലല്ലോ. പിന്നെന്താണ്? നീ ആ ചെറിയ കുട്ടീനെയും വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും? ഉമ്മാൻ്റെ കുട്ടി ഇടങ്ങറാവും ഞാൻ അങ്ങോട്ട് വന്നാ. ഒരിടങ്ങറും ഇല്ല. കുട്ടിൻ്റെ കാര്യം നോക്കാനൊക്കെ ഞാനും ഉണ്ട്, ഉമ്മയുണ്ട്. നിങ്ങൾ വന്നു പറഞ്ഞിട്ട് ഒരധികം പറ്റുമാവില്ല. പിന്നെ എൻ്റെ അമ്മായിമ്മ ഈ തളനെ പോലെ മനുഷ്യപ്പറ്റില്ലാത്തതും അല്ല. ശരി എന്നാ വരാം ഞാൻ. 4 ദിവസം തന്നെ നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തന്നെ പോകും. ആ, അതപ്പോഴല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളൊന്ന് ഇറങ്ങാൻ നോക്കി. ഇനി വൈകിക്കണ്ട. കുട്ടീനെ അവിടെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടല്ലേ വന്നിക്കണ്. എന്തെങ്കിലും എടുക്കാനുണ്ടോ? സെഞ്ചി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതാ ഈ കവർ തന്നെ ഉള്ളൂ. ആ, ഞാൻ എടുക്കുന്നത്. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ സെജിയെ. നല്ലോ മാറിയിട്ട് അവിടുന്ന് പോയാൽ മതി കേട്ടോളി. തിരക്ക് പിടിച്ചിട്ടൊന്നും പോകാൻ നിൽക്കണ്ട. ശരി, ഇന്ന് ഞാൻ ഇറങ്ങട്ടെ. ആ, അവിടെ എത്തിയിട്ട് പുള്ളി ഫോണിക്ക് വിളിക്കേ. നീ എന്തിനാ എന്നെ നോക്കണ്? അവളുടെ മാപ്പിളേ ഗൾഫിലാണ്. അവനവിടെ നല്ലോണം സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ മകനെ ഇവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് വേണം. അവർക്ക് തന്നെ നടക്കുള്ളൂ കൊണ്ടുപോയി നോക്കാൻ. എന്തായാലും ശല്യം ഒഴിവായി കിട്ടിയല്ലോ, അതന്നെ സമാധാനം.